പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സർക്കാരിനെയും ജനങ്ങളെയും ജനങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ജനങ്ങളെ കൂടി എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളറിഞ്ഞ പോലെ തന്നെ KSRTC എല്ലാ വനിതകൾക്കും സൗജന്യമായി കൊടുക്കുന്നു, ഓർഡിനറി കൊടുക്കുന്നുവെന്നാണ് ആദ്യത്തേത്. 100 ദിവസം താഴെ നല്ല കാര്യം തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. നല്ല കാര്യം തന്നെയാണ്. KSRTCയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഏത് നിലയിൽ പോകുന്നു, ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് നില വരെ എത്തും എന്നുള്ള സർക്കാരിനും ഇതിന് സാധാരണക്കാരനായ ജനങ്ങൾക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം സർക്കാരിലേക്ക് എത്തിക്കാനും ജനങ്ങളോട് കൂടിയാണ് എൻ്റെ ചോദ്യം. ഒന്ന്, ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ KSRTC ബസ് സ്റ്റാൻഡിലെ കക്കൂസുകളും മൂത്രപ്പുരകളും ഏതവസ്ഥയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. KSRTC തന്നെ ഏതവസ്ഥയിലാണ്. KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനലിൻ്റെ അടിയിൽ നിന്നാൽ തലയിലോട്ട് കോൺക്രീറ്റിൻ്റെ സ്ലാബാണ് വീഴുന്നത്. ഈ അവസ്ഥയിൽ കിടക്കുന്ന ഒരു സംരംഭത്തിനെ വീണ്ടും ഇല്ലെന്നാക്കാനാണ്, അല്ലെങ്കിൽ വീണ്ടും കടക്കണിയിലേക്ക് ആണോ എന്ന് എനിക്കൊരു സംശയം. നല്ല കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, നല്ല കാര്യമാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. KSRTC ഒരു തകർച്ചയിൽ നിന്നും കരകയറി വരുന്നു, വീണ്ടും തകരുന്നു. ഒരു കാര്യം കൂടി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. ഈ ഫ്രീ ആയി കൊടുക്കണമെങ്കിൽ ഏകദേശം 57 കോടി സർക്കാർ കണ്ടെത്തണം, അല്ലെങ്കിൽ സർക്കാർ ആദ്യം KSRTCക്ക് അടയ്ക്കണം. അപ്പോൾ ഇതും സാധാരണക്കാരൻ ജനങ്ങളിലേക്ക് വരുന്ന ഓവർ കടക്കണി തന്നെയാണ്. ഉദാഹരണം പറഞ്ഞു തരാം. ഇനി വരാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. കറണ്ട് ബില്ല് കൂട്ടുക, ലോട്ടറി സാധാരണക്കാരൻ വിൽക്കുന്ന അല്ലെങ്കിൽ അന്നത്തെ അന്നം മേടിക്കാൻ കണ്ടെത്തുന്ന ലോട്ടറി കച്ചവടക്കാരുടെ തലയിലേക്ക് ഇരട്ടി പ്രകാരം അതിന് വില കൂട്ടുക. പിന്നെ മദ്യപാനികൾ എന്ന് ഞാൻ അനുകൂലിക്കുന്നില്ല. മദ്യപാനം നിർത്തേണ്ടത് തന്നെയാണെങ്കിലും ഒരു കാര്യം കൂടി പറയുകയാണ്. മദ്യപാനത്തിലും ഇത് ബാധിക്കും. മദ്യപാനത്തിലും ഈ വരുന്ന ബഡ്ജറ്റിന് കൊടുത്താൽ മദ്യപാനത്തിലേക്കും ഇതിൻ്റെ ഒരു ചെറിയ വില കൂട്ടലുണ്ടാകും. അങ്ങനെയൊക്കെ ഇത് പിടിച്ചു നിർത്താൻ സാധിക്കും. വണ്ടിക്കൂലിയും കൂട്ടും. കാരണം സ്ത്രീകൾക്ക് ഫ്രീ സൗജന്യ യാത്ര ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് യാത്ര ചെയ്യണമല്ലോ. KSRTC യാത്ര ചെയ്യുന്നവരുണ്ടാകും, യാത്ര ചെയ്യണം. അപ്പോൾ ആ യാത്ര എന്തുകൊണ്ടാണെങ്കിലും അവിടെ കൂട്ടുകയും ചെയ്യും. അങ്ങനെ ബസ് ഫെയർ സഹിതം കൂടുന്ന വലിയൊരു ബാധ്യതയിലേക്കാണ് സത്യം പറഞ്ഞ സർക്കാർ ഇത് കൊണ്ടുപോകുന്നത്. സർക്കാർ സൗജന്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു, അത് കൊടുക്കാനുള്ള വാക്ക് പാലിക്കാൻ ഓർഡിനറിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരാശരി ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ യാത്ര ചെയ്യുമ്പം ഒരു സ്ത്രീ എത്ര തവണ ഒരു വണ്ടിയെ കയറുന്നെന്ന് വെച്ചാൽ ഒരു 2 തവണ, അങ്ങോട്ടൊരു തവണ ഇങ്ങോട്ടൊരു തവണ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും 2 തവണ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ശരാശരി ഇന്ധന വില അടക്കം നോക്കുമ്പോൾ ഇനിയും വൻ കടക്കണിയിലേക്ക് KSRTC പോകും. എന്ന് വെച്ചാൽ വലിയ താമസമില്ലാതെ ഒരു ഇതിൽ KV ഗണേഷ് കുമാർ പറഞ്ഞ പോലെ തന്നെ വലിയ ബാധ്യത 2-2.5 മാസം കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇത് കടക്കണിയിലേക്ക് പോകും. ഈ ഫ്രീ യാത്ര ഇപ്പോൾ കൊടുത്താൽ. കാരണം സ്ത്രീകൾ കയറും തോറും അതിൻ്റേതായ വ്യത്യാസങ്ങൾ വന്നേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല. കാരണം ഓർഡിനറി എന്ന് പറയുന്ന ലൊക്കേഷനിൽ ലൊക്കാലിറ്റി ഓടുന്നത് തന്നെയാണ് ഓർഡിനറി. അപ്പം അത് വൻ നഷ്ടത്തിലേക്കാണ് KSRTC പോകുന്നത്. അത് നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം പ്രകരവേകുന്ന സാധാരണക്കാരൻ തന്നെയാണ്. കരം അടയ്ക്കുമ്പോൾ അവിടെ കൂട്ട്, കറണ്ട് ബില്ലിൽ കൂട്ട്, ഇങ്ങനെയെല്ലാം സർക്കാർ ഇത് കണ്ടെത്തണമെങ്കിൽ ഇത്രയും കോടി, 57 കോടിയാണ് മാസം കണ്ടെത്തേണ്ടത്. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പം ഖജനാവി ഒന്നും ഇല്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഖജനാവി ഒന്നുമില്ല, ഖജനാവ് കാലിയാണ്. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ, ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. അപ്പം അത് പ്രകാരമാണെങ്കിൽ ഇതൊരു ഇത്തിരിയും കൂടെ ജനങ്ങളോട് പറയുകയാണെങ്കിൽ ഇച്ചിരി സമയം ജനങ്ങൾ എന്തായാലും തരും. അപ്പോൾ ഈ സൗജന്യ യാത്ര ഉടനടി നടത്താതെ KSRTC ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി നയിച്ച് ഒന്ന് ഉഷാറാക്കി എടുത്തതിന് ശേഷം ഇത് നടത്തുകയാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒരു കാര്യം, ഇന്ന് ഓർഡിനറി ഫ്രീ യാത്ര കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം നാളെ ചിലപ്പോൾ ഫാസ്റ്റായി കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ചിന്തിക്കുക. കാരണം ഇന്ന് UDF സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഓർഡിനറിയെ കൊടുക്കാം എന്ന്, ഫ്രീ യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ കാര്യം നാളെ ഫാസ്റ്റായി കൊടുക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഒരു 3 വർഷം വരെ ജനങ്ങളോട് ഞങ്ങൾക്കിങ്ങനെ അവസരം വേണം എന്ന് ജനങ്ങളോട് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ യഥാർത്ഥ സത്യാവസ്ഥ തുറന്നു വെച്ചതിന് ശേഷം ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റിൽ അത് അംഗീകരിക്കും, എല്ലാ ജനങ്ങളും അംഗീകരിക്കും. കാരണം വലിയ കടക്കണിയിലേക്ക് പോകാതെ കേരളത്തെ നോക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമ തന്നെയാണ്. കാരണം ഓരോ പൗരൻ്റെ തലയിലാണ് ഈ ബാധ്യതകൾ വരുന്നത്. അപ്പം അതുകൊണ്ട് അതുകൂടി ഒന്നുകൂടെ റീപ്ലേസ് ചെയ്ത് ആലോചിക്കുകയാണെങ്കിൽ കേരളം വലിയ കിടക്കണിയിലേക്ക് പോകില്ലേ. ഒരു 3 വർഷം കഴിയുമ്പോൾ ഇന്ന് ചിരിച്ച് കാണിക്കുന്നവർ പോലും നിങ്ങൾ താഴെ ഇറങ്ങുവാൻ വേണ്ടി മുറവിളി വെച്ചെന്ന് വരും, അല്ലെങ്കിൽ മുറവിളി കൂട്ടിയെന്ന് വരും. അതാണ് ജനങ്ങൾ എന്ന് പറയുന്ന അതാണ്. കാരണം ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഓരോരുത്തരെയും അധികാര സ്ഥാനത്തിലേക്ക് കയറ്റുന്നത്. അതുകൊണ്ട്
കൃത്യമായ രീതിയിൽ ഒന്നുകൂടി പഠിക്കുക. KSRTC ഒരുപാട് കാലപ്പഴക്കം ചെന്ന KSRTCകളുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നിർത്തി കൊടുക്കുവാൻ KSRTC പല കംപ്ലയിൻറ്റും പലയിടത്തുനിന്നും വരാറുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ നിർത്തി കൊടുക്കുവാനും കൃത്യമായ രീതിയിൽ പെരുമാറുവാനും KSRTC ശാപം എന്ന് പറഞ്ഞാൽ KSRTCയിലെ സ്റ്റാഫുകൾ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ആ തീരുമാനം പറയുന്നത്, വേറെ ആരെയും ഉൾക്കൊണ്ടിച്ചല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പറയുന്നത്. അവരുടെ പെരുമാറ്റം, മുന്നിലൊരു പ്രൈവറ്റ് വണ്ടി പോയാൽ അതിനെ കയറ്റി വിട്ടുകൊണ്ട് ഈ പ്രൈവറ്റ് വണ്ടി ഈ KSRTC കയറുന്ന ആളെ കൂടി അങ്ങോട്ട് കയറ്റി വിടും, ആ വണ്ടി ആദ്യം പോകുന്നതെന്ന് പറയുന്ന സ്റ്റാഫുകളാണ് KSRTCയിലുള്ളത്. കൃത്യമായ രീതിയിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ നുണയല്ല പറയുന്നത്. അത് മന്ത്രി അദ്ദേഹം ആൾക്കാരുടെ ഇടയ്ക്ക് ചുമ്മാ പോയി മാറി നിന്ന് ആ ആൾക്കാർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. KSRTCയെ നശിപ്പിക്കുന്നത് KSRTC തന്നെയാണ്. KV ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് KSRTC കൃത്യമായ ആൾക്കാർ കയറണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. കാരണം ഓരോ ലൊക്കേഷനിലേക്കും അല്ലെ ഓരോ സാധാരണക്കാരനെ എത്തിപ്പെടാവുന്ന സ്ഥലത്തേക്കല്ല KSRTC. ഒരു പ്രൈവറ്റ് വണ്ടി പോകുന്നു, അതിൻ്റെ പുറകെ ഒരു KSRTC, അതിൻ്റെ പുറകെ ഒരു പ്രൈവറ്റ് വണ്ടി, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇത് തന്നെ മാറ്റം വരണം. എൻ്റെ നാട്ടിൽ തന്നെ കിഴുകാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപ്പുതറ വളകോട് കിഴുകാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് KSRTC ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിലേക്കും കാട് വനമേഖലകളിലേക്കും ഉള്ള KSRTC സർവീസ് നടത്തുകയാണെങ്കിൽ അവിടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അങ്ങനെ പല നാടുകളിലേക്ക് എത്തിപ്പെടാത്ത പല നാടുകളിലേക്ക് KSRTC സംവിധാനം എത്തിക്കുകയാണ് എങ്കിൽ കൂടുതലായിട്ട് കളക്ഷൻ KSRTCക്ക് വരികയും ചെയ്യും, KSRTC നഷ്ടത്തിലേക്ക് പോവുകയില്ല. ഇത് ചെയ്യുന്ന KSRTCയിലുള്ള കണ്ടക്ടറും ഡ്രൈവറും പ്രൈവറ്റ് കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് സമയമടക്കം ലീസിനെടുത്ത് മേടിച്ചെന്ന് വെച്ചാൽ പൈസ മേടിച്ചിട്ട് അവരെ കയറ്റി നിങ്ങൾ കയറി പൊക്കോളാൻ പറയുകയാണ്. കൃത്യമായ KSRTC സമയനിഷ്ഠത്തിനല്ല, മുണ്ടക്കയം സ്റ്റാൻഡ് തൊട്ടോ എവിടെ എത്തുന്നത് കൃത്യമായ സമയത്തിനല്ല. അതുകൊണ്ട് അതും മന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വന്തം KSRTCയിലുള്ള INTUC പോലുള്ള യൂണിയനിൽപ്പെട്ട ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വന്തം സ്ഥാപനങ്ങളുണ്ടെങ്കിലേ ഈ പാർട്ടികൾക്ക് നിലനിൽക്കുള്ളൂ. സ്ഥാപനങ്ങൾ തകർന്ന് അവിടെ പാർട്ടി തകരുകയാണ്. അതുകൊണ്ട് പാർട്ടിക്കാരും കരുതേണ്ടത് ഓരോ അസോസിയേഷനെയും വന്ന് കംപ്ലയിൻറ്റ് പറയുമ്പോഴും സർക്കാരിൻ്റെ നെഞ്ചത്തോട് എന്ന് കയറുമല്ല, അതിൽ സത്യമുണ്ടോ, സത്യാവസ്ഥയുണ്ടോ, കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കണം. KSRTC തകർക്കാൻ KSRTC കണ്ടക്ടറും ഡ്രൈവറും മാത്രം മതി. അതേസമയം ആത്മാർത്ഥതയോടെ KSRTC ഇന്ന റൂട്ടിലേക്ക് പോകുന്നു എന്ന് വിളിക്കുകയാണെങ്കിൽ, വിളിച്ച ആളെ കയറ്റാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ ഓരോ സാധാരണക്കാരനും ആശ്രയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വാഹനവും ഏറ്റവും സുരക്ഷിതമായി എത്തിപ്പെടുമെന്ന് ഉറപ്പുള്ളതും കേരളക്കരയ്ക്കും വിശ്വാസമുള്ള ഒരേ ഒരു വാഹനമാണ് ആനവണ്ടി എന്നറിയപ്പെടുന്ന KSRTC. കേരളത്തിൻ്റെ സ്വന്തം വാഹനം, കേരളത്തിൻ്റെ സ്വന്തം ആന. ആ ഒരു പഴയ കാലത്തെ ആ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കണമെങ്കിൽ ഇനിയും വൈകിട്ടില്ല. പ്രയത്നിച്ചാൽ മതി. പ്രയത്നിച്ചാൽ ഇല്ലാത്തതായി ഈ ലോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ പ്രയത്നിക്കുക. അതിനുവേണ്ടി KSRTCയിലെ ഓരോ സ്റ്റാഫുകളും അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഇന്ന് ഇങ്ങനെ പോട്ടെ എന്നുള്ളതല്ല, നാളെയും ഇന്നും ഇങ്ങനെ തന്നെ പോകണം എന്ന് ചിന്തിക്കണം. സർക്കാരിൻ്റെ കൂടെ നിൽക്കണം. സർക്കാരിൻ്റെ കൂടെ സർക്കാർ പറയുന്ന പോലെ കേട്ട് എൻ്റെ വണ്ടിയിൽ ആൾ കയറണം. പ്രൈവറ്റ് വണ്ടി എന്തുകൊണ്ടാണ് ഈ KSRTCയെ പണിയുന്ന കണ്ടക്ടർ എന്തുകൊണ്ട് പ്രൈവറ്റ് വണ്ടി വന്ന ആളെ വിളിച്ച് കയറ്റുന്നു? അവന് ശമ്പളം കിട്ടണമെങ്കിൽ വിളിച്ച് കയറണം, പ്രൈവറ്റ് വണ്ടി ആളെ കയറണം. KSRTCയെ സംബന്ധിച്ച് അത് വേണ്ട. സർക്കാർ ശമ്പളം കൊടുക്കും, വണ്ടി ആൾ കയറിയില്ലെങ്കിലും വണ്ടി ഓടിയാൽ മതി, കൊടുക്കും. ചുമ്മാ ഇന്ധനം കത്തിച്ച ആൾ ഒരു KSRTC പോകുമ്പോൾ കാലിയായിട്ട് പോകുന്ന KSRTCകളുണ്ട്, ഒരാൾ പോലും ഇല്ലാതെ. അങ്ങനെയൊക്കെ ഓടിയാണ് നഷ്ടം ഉണ്ടാകുന്നത്. അതേസമയം ആ നഷ്ടം നികത്തണമെങ്കിൽ വിളിക്കണം. കോട്ടയത്തിന് പോകുന്ന ആളെ വിളിച്ച് കയറ്റുക തന്നെ ചെയ്യണം വണ്ടിയിൽ. അവർക്ക് ഇരിക്കാനുള്ള സംവിധാനം, അവർക്ക് എന്തെങ്കിലും യാത്രാമധ്യേ ബുദ്ധിമുട്ടുണ്ടായാൽ അത് മാറ്റി കൊടുക്കുമെന്നുള്ള ഉറപ്പും നൽകണം KSRTC. രാത്രികാലങ്ങളിൽ സ്ത്രീ സുരക്ഷ, കാലങ്ങളിൽ കൃത്യമായ സ്റ്റോപ്പുകൾ നിർത്തി കൊടുക്കണം. ഫാസ്റ്റ് ആണെങ്കിലും ലിമിറ്റഡ് ആണെങ്കിലും ഇനിയിപ്പോൾ എക്സ്പ്രസ് ആണെങ്കിൽ പോലും നിർത്തി കൊടുക്കണം എന്ന് ഉറച്ച തീരുമാനം എടുക്കണം. KSRTCയെ രക്ഷപ്പെടുത്താൻ അതേ പറ്റൂ. അല്ല ഫ്രീ കൊടുത്തുകൊണ്ട് കുറേ സ്ത്രീകൾ ചിലപ്പോൾ കയറും, ചിലപ്പോൾ ചിലർക്ക് കയറാതെയും വരും. കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഫ്രീ കൊടുത്ത് നടുകൂടിഞ്ഞാൽ KSRTC വീണ്ടും കൂപ്പുകുത്തുക തന്നെ ചെയ്യും. അതല്ല നല്ലത്. പണിക്കാർക്ക് പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കുക, ഇല്ലാത്തവരെ പിരിച്ചു വിടുക. ആ ആർജവും തൻ്റെ ഇടവും കാണിക്കുകയാണെങ്കിൽ KSRTC എന്നും രക്ഷപ്പെടും. ജനങ്ങൾ എന്നും KSRTCക്ക് ഒപ്പം നിൽക്കും. ഇത് ഉറപ്പാണ്. ജനങ്ങളിലേക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്, ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കൂടി പിടിച്ചാൽ മാത്രമേ KSRTC എന്ന സംരംഭം മുന്നോട്ട് നമ്മുടെ വരും തലമുറകൾക്ക് കാണിക്കുവാൻ ഒരു മാതൃകയായി ഒരു വണ്ടിയെങ്കിലും അവശേഷിക്കണം. എല്ലാം കട്ടപ്പുറത്തായാൽ കേരളം കട്ടപ്പുറത്താകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഉയരട്ടെ ശബ്ദം. ആനവണ്ടി കേരളത്തിൽ ഇനിയും വേണം മുന്നോട്ട്.